ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇന്ന് നമ്മളൊരു മത്തിക്കറി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടി നമ്മൾ അതിലേക്ക് മുറിച്ചിടണം. നമ്മുടെ ജാറിലേക്കാണ് കേട്ടോ ഇതെല്ലാം ഇടുന്നത്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ടതിന് ശേഷം ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം കുറച്ചൊന്ന് അരയ്ക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കറിയാണ് കേട്ടോ. രാത്രി വെച്ചേക്കുകയാണെങ്കിൽ രാവിലേക്ക് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ചട്ടിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ എന്തെങ്ങനെ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാലേ പാക്കറ്റിൽ നിന്നാണ് ഒഴിക്കണത്. വെളിച്ചെണ്ണ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു ലേശം ഭാഗം മാത്രം പൊട്ടിച്ചിട്ടാണ് അങ്ങനെ ഒഴിക്കണത് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ മീൻകറിയിലേക്ക് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉലുവ പൊട്ടിച്ച് കഴിഞ്ഞാൽ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉലുവ പൊട്ടിക്കാണ്ടാണ് കറി വെക്കുന്നത് വെച്ചാൽ ഒരു 2 മണി ഉലുവ ഒന്ന് പൊട്ടിച്ചിട്ട് കറി വെച്ച് നോക്കി നോക്ക് കേട്ടോ. എന്നിട്ട് ആ ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാട്ടണം കേട്ടോ. ആ വാട്ടി അതിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണ വരെ നന്നായിട്ട് വാട്ടിയെടുക്കണം. നമ്മുടെ ആ പച്ച മണമൊക്കെ പോകണം. തക്കാളിയുടെയും ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ പച്ചമണം പോണ വരെ നന്നായിട്ട് വാട്ടി അതിൻ്റെ മേലേക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 3 4 പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി വെള്ളത്തിൽ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുളി നന്നായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി തന്നെ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ പുളി നല്ല പുളി ആയതുകൊണ്ട് കുറച്ചെടുത്താലും നല്ല പുളി ഉണ്ടാവും കേട്ടോ. നമുക്കിവിടെ പുളി ഇത്തിരി മുന്നേ നിൽക്കണം. ഇവിടെ എല്ലാവർക്കും, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ. പുളി രസം ഇത്തിരി മുന്നേ നിൽക്കണം. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട മേലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളീനെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിലത്തെ എല്ലാ എന്താ പറയുക സംഭവങ്ങളും നീരുകളും എല്ലാം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ ഒരു വറ്റിച്ച മോഡൽ കറിയായിട്ടാണ് വെക്കാൻ പോണത്. നല്ല കുറുന്നനുള്ള കറി വെക്കാൻ പോണത്. പിന്നെ നമുക്ക് ഒന്നും കൂടി ആ പുളി കുറച്ചും കൂടി അതിലുള്ള പോലെ തോന്നി. അപ്പോൾ അതും കൂടി ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുളി എല്ലാം പിഴിഞ്ഞുണ്ട്. ഇത്ര ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വേവണം. പച്ചമുളകൊക്കെ ഒന്ന് വെന്തതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്താൽ മതി. കറി നന്നായിട്ടൊന്ന് വേവട്ടെ, അതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇനി തിളപ്പിക്കാം. നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ കറി വെച്ചത് ഇന്നലെ രാത്രി കേട്ടോ. ഇന്നലെ രാത്രി കറി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലേക്ക് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച വശമൊന്നുമല്ല കേട്ടോ മീനിട്ട് കൊടുക്കുന്നത്. നന്നായി തിളച്ചതിന് കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം തിളച്ചതിന് ശേഷമാണ് ഞാൻ മീനിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മത്തിയായിരുന്നു, നല്ല കുഞ്ഞ് മത്തിയെന്നും പറയാൻ പറ്റില്ല, വലിയ മത്തിയെന്നും പറയാൻ പറ്റില്ല, ഒരു ഇടത്തരം മത്തിയായിരുന്നു കേട്ടോ. ഇപ്പോൾ മത്തി കൊടുക്കാൻ നല്ലത് കുട്ടികൾക്കൊക്കെ. അതിൽ കൊടുത്തിട്ട് കുട്ടികൾക്ക് എന്ത് വയറിളക്കും അതൊക്കെ ഛർദിയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാണ്ട് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. അതിൽ കഴിച്ചിട്ടാന്നൊക്കെ എത്ര ഡോക്ടർ പറഞ്ഞത്. പിന്നെ താത്താടെ മോളുടെ കുട്ടിക്ക് ഭയങ്കര വയറിളക്കും ഛർദിയൊക്കെ ആയിട്ട് സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചിട്ട് കുറവില്ലാതെ വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചപ്പോൾ ആ ഡോക്ടർ അയില കഴിച്ചിട്ടാണ് അത്ര പറഞ്ഞത്, അറിയില്ല. അപ്പോൾ അയില അത്ര നല്ലതല്ല ഡെയിലി കഴിക്കുന്നത്. ഇപ്പോൾ അയിലക്കാണല്ലോ വില കുറവ്. പിന്നെ അയില കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാനും തോന്നും, അത്ര ഭംഗിയിലാണ് അയില വരുന്നത്. അപ്പോൾ ചാള പിന്നെ എത്ര കഴിച്ചാലും പ്രശ്നമില്ല കേട്ടോ. അപ്പം ഇതാ കറി ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കറിയുടെ ടേസ്റ്റൊക്കെ നോക്കി, ഉപ്പുണ്ടോ പുളിയുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ എല്ലാം പാകത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇഷമോളും കൂടി അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങയുടെ നല്ല
കട്ടി പാലാട്ടം എടുത്തേക്കണത്. ഒന്നാം പാല് രണ്ടാം പാലൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലാണ് എടുത്തേക്കണത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരുന്നു. അത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിത് തിളപ്പിക്കൊന്നും വേണ്ട, അടുപ്പത്ത് നിന്ന് നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പം തന്നെ ഇറക്കി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക്, ഒരു ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇതൊന്ന് തൂമിക്കണ്ടേ. തൂമിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഉള്ളി കാച്ചിയെടുക്കാം കേട്ടോ കറി. അപ്പോൾ സൂപ്പർ കറിയായിരുന്നു. ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ മത്തിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ എല്ലായിടത്തും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിയിട്ട് ഇതുപോലത്തെ ഒരു മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് അയക്കണം. ഇപ്പോൾ ഇന്നിടുന്ന വീഡിയോ ഇപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതാ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാം കൂട്ടാൻ എങ്ങനെ തൂമിക്കുക എന്നൊക്കെ, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിലോ നമ്മുടെ അനിയത്തിമാരാരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാലോ. അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ മൂടി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ മണം ഗുണം ഒന്നൊന്നും പുറത്ത് പോവാതെ നമുക്ക് കിട്ടും കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇന്നലെ രാത്രി കറിയൊക്കെ വെച്ചു. അപ്പോൾ രാവിലേക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ, രസമല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കറി മൂടാൻ നോക്കിയത് ആ പാത്രത്തോണ്ട് തന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ്. അപ്പം ഞാൻ കറിയൊക്കെ വെച്ചിട്ട് നിങ്ങളോട് അതിൻ്റെ വർണ്ണന പറയുമായിരുന്നു കേട്ടോ. കറി വെച്ചിട്ട് സൗണ്ട് കുറവായിരുന്നു, അതുകൊണ്ടാണ് വോയിസ് കൊടുക്കുന്നത്. എന്താ പറയുക, കറി വെച്ചിട്ട് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഇങ്ങനെ വർണ്ണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. കപ്പ നമ്മുടെ കൊള്ളിയും ഈ മീൻകറിയും കൂടിയിട്ട് പാൽക്കപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കൊള്ളിയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും കേട്ടോ. രാത്രിയിലേക്ക് നമുക്ക് അത് തന്നെയാണ് കറി. മീൻ വറുത്തതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കറി ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഇരുന്ന് അരിഞ്ഞാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് മോര് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പച്ചക്കറിയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് എന്താ പറയുക, മീൻ തന്നെ അല്ലായിരുന്നു. അപ്പോൾ പച്ചക്കറി അങ്ങനെ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും ചിലതൊക്കെ നാശമായി പോവും. നോക്ക്, ഇപ്പോൾ 2 വന്ന് നിൽക്കുന്നത്, ഞാനും 3. അപ്പോൾ എന്താ പറയുക, നാശമാവും. അപ്പോൾ അതൊക്കെ ഇരുന്ന് അരിഞ്ഞാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അരിയും, ചിലപ്പോൾ മടി പിടിച്ചിട്ട് അവിടെ പോയിരിക്കും. എന്താണെന്ന് അറിയില്ല അവസ്ഥ. സമയം 8 മണിയായിട്ടുണ്ട്. ഓരോരുത്തർ പഠിപ്പ് കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിട്ടാ. മീൻകറിയുടെ ടേസ്റ്റും മീൻ വറുക്കണതിൻ്റെ മണമൊക്കെ കൂടി വന്നപ്പോൾ കുട്ടികളുടെ പഠിപ്പൊക്കെ വേഗം അവസാനിച്ചു. കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ചോറ് തായോ പറഞ്ഞു. അപ്പോൾ ഞാൻ 3 ആൾക്കും വാരി കൊടുക്കാം കേട്ടോ. 3 ആൾക്കുള്ള ചോറ് എടുത്തിട്ട് ഇങ്ങനെ ഉമ്മറത്ത് തിണ്ടുമ്പോൾ വന്നിരുന്നിട്ട് 3 ആൾക്കും കൂടി വാരി കൊടുക്കുകയാണ്. മീൻകറി ആകുമ്പോൾ ഞാൻ വാരി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ മേലൊക്കെ വെച്ച് തേച്ച് മീൻ്റെ മണമൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവർക്ക് വാരി കൊടുക്കും കേട്ടോ. 3 ആൾ. കുഞ്ഞുവിന് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം വാരി കൊടുക്കണത് കേട്ടോ. അവന് വാരി കൊടുക്കുമ്പോഴാണ് ഇത്തിരി തോനെ ചോറ് കഴിക്കുന്നത്. അല്ലെങ്കിൽ 2 വെറ്റ് കഴിച്ചിട്ട് അങ്ങനെ എനിക്ക് പോവും. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും കാത്തിരിക്കില്ല. ഞാനും അപ്പം തന്നെ ആ പ്ലേറ്റിൽ തന്നെ കുറച്ച് ചോറ് എടുത്തിട്ട് ഞാനും കഴിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ആരേനെ കാത്തിരിക്കുന്നത്, എന്തിനാ അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട്. കുട്ടികളൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ഇരുന്നിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാറ്. ഇവർക്ക് ഉമ്മർത്ത് ഇരുന്നിട്ട് വാരി കൊടുത്തു. പിന്നെ ഞാനിത് അടുക്കളയിൽ എൻ്റെ സ്ഥിരം ഇരിപ്പിടം ഇവിടെ തന്നെ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് ഇരിക്കാറ്. എല്ലാവരും കൂടി ഇരിക്കുകയെങ്കിൽ മാത്രമേ ഞാൻ താഴെ ഇരിക്കുകയുള്ളൂ പലകിട്ടിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എപ്പോഴും അടുപ്പും തറയുമ്പോൾ കയറി ഇരുന്നിട്ട് തന്നെ കേട്ടോ ഭക്ഷണം കഴിക്കാറ്. എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷമോളാണ് വീഡിയോ എടുക്കണത് കേട്ടോ. ഞാൻ ചോറുണ്ണത് ഇരുന്നിട്ട്. അപ്പം ഞാനും ചോറ് തിന്ന് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. ഇത് രാവിലത്തെ വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത്. രാവിലെ ആയപ്പോൾ ഞാൻ എണീറ്റ് ഇന്ന് നീർദോശയും പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറിക്കുള്ളതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഉണ്ടാക്കണം. പിള്ളേരേനൊക്കെ വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ. അവരിതാ പല്ല് തേക്കണു, കുളിക്കണു, അങ്ങനെ പുറത്ത് പിള്ളേരുണ്ട്. അപ്പോൾ നീർദോശ
ഉണ്ടാക്കാമെന്നാണ് ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ എന്താ തക്കാളി സബോളയും വാട്ടിയിട്ട് നമ്മൾ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമുക്ക് അതിലേക്കുള്ള കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ അവിയലിനൊക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ. ഞാൻ മടി പിടിച്ചാലോ എന്ന് വിചാരിച്ചാലും ഞാൻ അവിയലിൻ്റെ കഷ്ണമൊക്കെ ഇത്തിരി വലുതാണ്, അതൊന്നും ആരും നോക്കണ്ട. എനിക്ക് ക്ഷമ എന്ന് പറയുന്നത് തീരെയില്ല കേട്ടോ. ചേന അരിയുമ്പോൾ മാത്രം ഞാൻ ചേനയാണ് ഫസ്റ്റ് അരിഞ്ഞത്, അത് കാരണം ചേനയ്ക്ക് മാത്രം ഇത്തിരി കനം കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയുള്ള കഷ്ണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണക്കാട്ടോ. എനിക്ക് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഒരു പണി തന്നെ ചെയ്യണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇത് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളക് അരച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തേങ്ങ, ചെറിയുള്ളി, പിന്നെ നല്ല ജീരകം ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ച് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈരുണ്ട്. അപ്പോൾ ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവി തള്ളണ കാരണം ശരിക്കും പോലെ കാണാനില്ല കേട്ടോ. ട്രൈപോഡിന് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്, ഇനി അതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി മോരും കൂടി ഒഴിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ അവിയലും റെഡി ആയിട്ടാണ്. പിന്നെ ഇന്ന് അവിയലും എന്താ പറയുക, അവിയലും മീൻ വറുത്തതും മോരുമാണ് കുഞ്ഞു കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ സ്കൂളിലേക്ക്. ആച്ചുട്ടനും അവിയൽ കൊടുത്തയച്ചിട്ടുണ്ട്. ഇഷമോൾ ഇന്ന് പോകണില്ല. ഇഷമോളുടെ സ്കൂളിലേക്ക് പോണ വഴിയിൽ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ അത് കാരണം ടീച്ചർ പോകണില്ല, ഇഷമോളുടെ ടീച്ചർ പോകണില്ല. അപ്പോൾ ഇന്ന് ഇഷമോളും പോകണില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനും ഇഷമോളും ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയി, ആച്ചുട്ടനും കുഞ്ഞൊക്കെ പോയി. ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കും, പിന്നെ കുറേ നേരം അവിടെ ഇരിക്കും. പിന്നെ ഇന്നിപ്പോൾ അടുക്കളയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടിച്ചൊരു തുടയ്ക്കുക അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.